ഹലോ ഹലോ. ഇവിടെ ഇങ്ങനെയും കുറച്ച് ആൾക്കാർ നിക്കുന്നുണ്ടേ. ഇവിടെ ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ടേ. ഈ ആൾക്കാർ എവിടെ പോയതാ പറയാനേ മനസ്സില്ല. ലച്ചുവേ, നമ്മളിന്ന് എവിടേക്ക് പോയി ലച്ചു? നമ്മളിന്ന് ജംഗ്ഷനിലൊക്കെ പോയി ഒരു 2 റൗണ്ടൊക്കെ കറങ്ങി അത് കഴിഞ്ഞ് ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെ നേരെ മറൈൻ ഡ്രൈവിൽ പോയി അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട്. മറൈൻ ഡ്രൈവ് പോയപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് എന്തുകൊണ്ട് ഫോർട്ട് കൊച്ചി വരെ പോയിക്കൂടാ എന്ന്. അവിടെ ബിനാലെ നടക്കുവാണല്ലോ. അതെ അതെ, അങ്ങനെ ബിനാലെയൊക്കെ കണ്ട് നൈസായിട്ട് തിരിച്ച് കറങ്ങി തിരിച്ച് ഇവിടെ എത്തി. യെസ്, ബിനാലേക്ക് പോയല്ലേ? ഞാനും കുറച്ചു നാളായിട്ട് ബിനാലേക്ക് പോകണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു. എന്താ ഒരു കാണത്തരം? ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ലല്ലേ? രണ്ടുപേരും കൂടി ലോകം ചുറ്റാൻ ഇറങ്ങിയതാണ് അല്ലേ? ആണെങ്കിലൊന്നുമില്ല, പോകുമ്പോ പറഞ്ഞിട്ട് പോയാലെന്താ? അതെ, നമ്മൾ ഇവിടെ കിടന്ന് കുറച്ചു നേരമാണെങ്കിലും ഇന്നലെ നല്ല ടെൻഷൻ അടിച്ചില്ലേ? ടെൻഷൻ അടിച്ചോ? അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ടെൻഷൻ അടിക്കുന്നേ. അതുകൊണ്ടാ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പറയാറില്ലല്ലോ. പക്ഷെ അതുപോലെയാണ് ഇത്. അതുപോലെ തന്നെയാ ഇതും. എന്റെ അമ്മൂമ്മ എനിക്കൊരു പിടിയും കിട്ടണില്ല. എന്തുവാ? ഞാൻ പറഞ്ഞുതരാം. 2 ദിവസമായിട്ടേ രണ്ടുപേരും കൂടെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, ബീച്ച്, പാർക്ക്, ഐസ്ക്രീം കഴിക്കാൻ, സിനിമ എല്ലാത്തിനും കൂടെ പോയിട്ടേ കറങ്ങി അടിച്ചിട്ടുള്ള വരവാണിത്. അത് സിദ്ധുമ മോട്ടിവേറ്റ് ചെയ്തോണ്ടാ ഞങ്ങൾ പോയത്. മോനല്ലേ പറഞ്ഞ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കരുത്, ഇങ്ങനെ കറങ്ങാനൊക്കെ പോണോന്ന്. അതുകൊണ്ടാ ഞങ്ങളൊന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതെ, ഞങ്ങൾ ഇവിടെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നോക്കാറുണ്ടോ? ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? ഞങ്ങൾ ഹാപ്പിയാണോ നിങ്ങൾ ചോദിക്കാറുണ്ടോ? നേരം വെളുക്കുമ്പോ എഴുന്നേക്കുന്നു, എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കുന്നു, മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യങ്ങളും നോക്കി ജീവിതം ഇങ്ങനെ അങ്ങ് പോകുന്നു. അതിന് കണ്ണൊക്കെ നടക്കണ എന്തിനാണ് ഇത്ര സെന്റി ആവണേ? നിങ്ങൾക്ക് ഇത് സെന്റി അല്ലയോ? അമ്മ അഴക്കൂടാതമ്മ. അമ്മ, കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചല്ലേ പടവലത്ത് പോണോന്ന്. പടവലത്ത് ആഴ്ച 2 ദിവസം ഞാൻ പോകുന്നില്ലയോ? മിനിഞ്ഞാന്ന് ഞാൻ മോളില് പോയപ്പോ വിളിച്ചതല്ലേ, എന്റെ കൂടെ വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാം, പച്ചക്കറിയൊക്കെ മേടിച്ച് തിരിച്ചു വരാമെന്ന് ഞാൻ പറഞ്ഞതാണോ? മാളിൽ പോയി സാധനം മേടിക്കുന്നതാണ് അത്ര വലിയ കാര്യം അല്ല. മറൈൻ ഡ്രൈവിൽ പോയ അപ്പൂപ്പന്മാരൊക്കെ വായി നോക്കുന്നതാണ് വലിയ കാര്യം. ലച്ചു, ആന്റി പിന്നെ 40+ ആൾക്കാരാണ്. ഞാൻ അപ്പടിയെല്ലാം ചെയ്യില്ല ലച്ചു. അമ്മൂമ്മ, ഞാൻ പറഞ്ഞ പ്രകാരമാണ് നിങ്ങൾ കറങ്ങാൻ പോയതെങ്കിലേ കൊച്ചി മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതും ഒരു സന്തോഷമുള്ള കാര്യം അല്ലയോ മോനെ? എന്താണെങ്കിലും എന്റെ മോട്ടിവേഷൻ നിങ്ങൾക്ക് ഗുണം ചെയ്തു. ഇപ്പൊ എന്താണ് അമ്മൂമ്മയുടെ പ്രശ്നം? അമ്മൂമ്മയ്ക്ക് ഇവിടെ നിന്ന് സന്തോഷം കിട്ടുന്നില്ലേ? സന്തോഷമൊക്കെ ഉണ്ട്, എന്നാലും പറ അമ്മൂമ്മ. കനകാന്റി, നിങ്ങൾ 2 പേർക്കും ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മളത് സാധിച്ചു. அப்படின்னா நான் ஒரு ஆசை சொல்லட்டா? പറ ചേച്ചി. எனக்கு ஒரு வாட்டிக்கு விட வெளியில போயிட்டு ஐஸ்கிரீம் சாப்பிடணும். അത്രേ ഉള്ള സെറ്റ് ചെയ്ത്